എനിക്ക് അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കാവുന്ന ഒരു കേസല്ലത്. ഇപ്പോൾ പറയപ്പെടുന്ന ഓരോ സ്ഥാനാർത്ഥികളും ഓരോ മികവിനെ കുറിച്ചാണല്ലോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആരും മോശമില്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, CPM ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ 2ാം നിരയുണ്ടോ 3ാം നിരയുണ്ടോ? ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? അപ്പോൾ അതന്നെ എത്ര കളർഫുള്ളാണ്. കോൺഗ്രസ്സിൽ 3ഓ 4ഓ മുഖ്യമന്ത്രി ആവാൻ ശേഷിയില്ല, ലീഡർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുകയാണ്. ഞങ്ങളല്ല ഒരു പരസ്യം തർക്കമുണ്ടായിട്ടില്ല. ആരെങ്കിലും പേര് തർക്കിച്ചോ? ഒരാളും തർക്കിച്ചിട്ടില്ല. ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഞാൻ എപ്പോഴും പറയും വളരെ ലൂസിലൊരു ഷർട്ടാണ് ഇതിൽ. അതൊക്കെ എല്ലാ കാലത്തും അപ്പുറത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ VS-ഉം ഈ പറയുന്ന പിണറായിയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട്, എന്തെല്ലാം ചർച്ചകൾ നടന്നു. അവസാന ഘട്ടത്തിൽ എന്താ ചെയ്തത് പിണറായി? ഈ 2011 തെരഞ്ഞെടുപ്പിൽ VS LDF അധികാരത്തിൽ വരികയാണെങ്കിൽ VS ആയിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുകയും ഒന്നിനും പറ്റാത്ത കുറേ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന പിണറായി വിജയൻ. ആ ഒരു അവസ്ഥയൊന്നും ഏതായാലും ഉണ്ടായിട്ടില്ലല്ലോ. ഈ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 3 പേരുകൾ PV അൻവറിന് ഏതായിരിക്കും? അല്ല, അതെനിക്ക് എൻ്റെ 3 ആളും എൻ്റെ എന്താ പറയുക വളരെ അടുത്ത എൻ്റെ സ്ട്രോങ് വെൽവിഷേഴ്സാണ്. ഇപ്പോൾ അതിൽ ഞാൻ അഭിപ്രായം പറയില്ല. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിൽ CPM മുഖ്യമന്ത്രിക്ക് ഉണ്ടായ തർക്കത്തിൻ്റെ 10-1 പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാലുവാരലും ഉണ്ടായിട്ടില്ല. നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു UDF ഒറ്റക്കെട്ടായിരുന്നു. എന്നാൽ 2011 തെരഞ്ഞെടുപ്പ് LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വ്യാപകമായ കാലുവാരൽ നടത്തിയത് ഈ പറയുന്ന പിണറായി സംഘമാണ്. VS ഒരു കാരണം ഭൂരിപക്ഷം കിട്ടിയാൽ VS മുഖ്യമന്ത്രിയാവും. അത്ര വൃത്തികെട്ട പൊളിറ്റിക്സ് ഒന്നും എവിടെ ഉണ്ടായിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് താങ്കളെ വന്ന് കണ്ടത് അതൊക്കെ അതൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ ഇപ്പോഴത്തെ പൊളിറ്റിക്സിന് ഇഷ്ടം പോലെ നമുക്ക് പറയാനുണ്ടല്ലോ. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ് ഓവർ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സംഗതിയാണ്.